കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് 46% കേരളത്തിന്റെ തൊഴിലില്ലായ്മ. ഈ ഓൾ ഇന്ത്യ തലത്തിലും വളരെ ഉയർന്ന തോതിലാണ് തൊഴിലില്ലായ്മ. അപ്പൊ ഈ പാവപ്പെട്ടവർക്ക് തൊഴിലില്ലെങ്കിൽ എന്ന് മാത്രമല്ല, കേരളത്തിലെ പോലെ കൂലി മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങും കിട്ടാത്തത് കൊണ്ടാണ് കേരളം ഗൾഫാണ് എന്ന് വിചാരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, വെസ്റ്റ് ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. 35-40 ലക്ഷം പേര് ഇവിടെ തൊഴിൽ തേടി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്? അവരുടെ ന്യായമായ കൂലി അവരുടെ നാട്ടിൽ കിട്ടുന്നില്ല. അവിടെ അവർക്ക് കൃഷിപ്പണിയിലോ മറ്റതുപോലുള്ള പണികളിലോ ഏർപ്പെടാൻ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് വയറ്റിപ്പിഴപ്പിനുള്ളത് അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ ആരാണ് ഇത് കർശനമാക്കേണ്ടത്? അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്ന 332 രൂപ പോലും ഒരു ദിവസത്തെ കൂലിക്ക് കൊടുക്കുന്നില്ല എന്ന ഒരവസ്ഥ വരുമ്പോഴാണ് എടാ നമുക്ക് കേരളത്തിലേക്ക് പോകാം. കാരണം കേരളത്തിൽ ചെന്നാൽ എങ്ങനെയാണ് ഒരു ഏറ്റവും കുറഞ്ഞ ഭക്ഷണം 1200 രൂപയെങ്കിലും മേടിച്ചുകൊണ്ട് പോകാം. 1200 മുതൽ 1400 വരെ മേടിക്കുന്നവരുണ്ട്. അങ്ങനെ മേടിച്ചുകൊണ്ട് പോകാം, ഒരു ദിവസം കൂലിയായിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങനെ ഈ ഇൻമൈഗ്രേഷൻ, നമ്മുടെ സംസ്ഥാനത്തേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അപ്പോൾ നയങ്ങളിലെ പാളിച്ചകളാണ് ഇതിന്റെ കാരണമാകുന്നത്. പാവപ്പെട്ടവർക്ക് തൊഴിലിന് മാന്യമായ കൂലി കൊടുക്കുന്നില്ല. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000 തന്നെ അവരുടെ ആഗോള കൺവെൻഷനിൽ പറഞ്ഞിട്ടുണ്ട്, തൊഴിലിന് മാന്യമായ വേതനം എന്ന് പറഞ്ഞാല് നിലവിലിരിക്കുന്ന ഭക്ഷ്യ വിലക്കയറ്റത്തിനൊക്കെ അനുസൃതമായിട്ട് പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ച് വസ്ത്രം ധരിച്ച് ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ ജീവിക്കാനുള്ള അവകാശം അത് കിട്ടുന്ന തരത്തിലുള്ള വേതനത്തെയാണ് ശരിയായ നല്ല വേതനം, മാന്യമായ വേതനം എന്ന് പറയുന്നത്. അത്തരം വേതനം വളരെ കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ILO. പക്ഷെ അതൊന്നും ഇന്ത്യയും 2000 ആ കൺവെൻഷനിൽ ഇന്ത്യ സൈൻ ചെയ്യുന്നത് 2010 ആ കൺവെൻഷനൊക്കെ അവിടെ കിടക്കുകയാണ്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. എത്രയാണ് സാധാരണക്കാരന് കിട്ടുന്ന കൂലി? അത് 330 എങ്കിലും ആയിരുന്നെങ്കിൽ, തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി എങ്കിലും ആയിരുന്നെങ്കിൽ അതുപോലും കിട്ടുന്നില്ല പല സംസ്ഥാനങ്ങളിലും. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഈ ഹങ്കറിലേക്ക് തലകുത്തി ആൾക്കാർ വീഴുന്നത്. അപ്പൊ അതിനെ പ്രതിഷേധിക്കുന്ന അമർത്യ സെന്നൊക്കെ എത്ര ശക്തമായ രീതിയിൽ താത്വികമായിട്ടും അല്ലാതെയും അദ്ദേഹമൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട് ധാരാളമായിട്ട്. അതുപോലെ ഭക്ഷ്യസുരക്ഷാ ആക്ട് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മറ്റൊരു കാര്യമാണ് ആരോഗ്യ സുരക്ഷാ ആക്ടും ഇതുപോലെ കൊണ്ടുവരണമെന്ന്. അത് ഇതുവരെ ഒരു ഗവൺമെന്റും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഗ്ലോബൽ ഹങ്കർ ദിവസം ആഗോള പട്ടിണിയെ പറ്റി വിലയിരുത്തുന്ന ദിവസം ഓർക്കേണ്ടത്, ഇന്ത്യയിൽ ഇന്ത്യയിൽ പട്ടിണി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രം ആഗോള തലത്തിലുള്ള പോഷകാഹാര ദരിദ്രരായ കുട്ടികളിൽ 53% ഇന്ത്യയിലാണ്. അതും യുണൈറ്റഡ് നേഷൻസിന്റെ കണക്കാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വളരെ ശക്തമായ നടപടികളോടുകൂടി കേന്ദ്രവും സംസ്ഥാനങ്ങളും ശക്തമായ നടപടികളോടുകൂടി മുന്നേറിയാൽ മാത്രമേ അതിദരിദ്രരില്ലാത്ത, പട്ടിണിയില്ലാത്ത രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ പറ്റൂ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ, അതായത് പോഷകദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത രാജ്യം ആയി മാറുക എല്ലാ രാജ്യങ്ങളും. അപ്പൊ അതിലേക്ക് മറ്റുള്ളവർ ഓടുമ്പോൾ നാം വളരെ വേഗത്തിൽ ഓടേണ്ടിയിരിക്കുന്നു. കാരണം മറ്റു രാജ്യങ്ങളിലെ പോലെയല്ല, ഇവിടെ പോപ്പുലേഷൻ അധികമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും ആഹാരം കിട്ടുന്നവരാക്കി മാറ്റണമെങ്കിൽ വളരെ ശക്തമായ നടപടികളോടുകൂടി നാം മുൻപോട്ട് പോയത്.